സോ ഇന്നത്തെ നമ്മുടെ സെക്ഷൻ നാലാമത്തെ സെക്ഷൻ ആണ്. ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് BF-JDM, അതായത് BA ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ എന്ന നമ്മുടെ കോഴ്സിന്റെ സിലബസ് ഡീകോഡിംഗ് സെക്ഷൻ ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗൈൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇന്നത്തെ സെക്ഷനിലോട്ട് വെൽക്കം ചെയ്യുന്നു. സെക്ഷൻ 04 സിലബസ് ഡീകോഡിംഗ് സെക്ഷൻ ആണ്. സോ ഇന്നത്തെ സെക്ഷനിലെ എന്റെ കൂടെ ഉള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ തഹസീൻ, എക്കണോമിക്സിന്റെ മെന്റർ ആണ്. അതുപോലെ എന്റെ കൂടെ ഇന്നത്തെ സെക്ഷനിലുള്ളത് MSW ഡിപ്പാർട്ട്മെന്റിന്റെ മെന്റർ ആയിട്ടുള്ള ഫാത്തിമ മാം ഉണ്ട്. അതുപോലെ SSC ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഫാത്തിമ ബേബി മാമും ഇന്ന് നമ്മുടെ കൂടെ ഈ ഒരു സെക്ഷനിൽ ഉണ്ട്. ഇന്നത്തെ നമ്മുടെ സെക്ഷന്റെ ഔട്ട്കംസ് എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ, ഫസ്റ്റ് ആയിട്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ സിലബസ് ഡീകോഡിംഗ് സെക്ഷൻ ആണ്. അതായത് നമുക്ക് ഇന്ന് ഫസ്റ്റ് ഇയറിൽ വരുന്ന കോഴ്സസുകൾ ഏതൊക്കെയാണ്, ആ കോഴ്സസുകളുടെ കോഡുകൾ ഏതൊക്കെയാണ്, എത്ര ബ്ലോക്സ് ഉണ്ട്, എത്ര യൂണിറ്റ് ഉണ്ട്, പിന്നെ കൂടാതെ നമ്മുടെ ഈ ഒരു സിലബസ് ലേൺ വൈസിൽ നിന്നും എന്തൊക്കെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിന് കിട്ടുന്ന ഹെൽപ്പിംഗ് എന്തൊക്കെയാണ് എന്നുള്ളതും, അതുപോലെ നമ്മുടെ അസൈൻമെന്റ്സ് എങ്ങനെ വരുന്നു, എക്സാംസ് എങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങള്, അതുപോലെ ഏറ്റവും അവസാനമായിട്ട് ഒരു ആക്ഷൻ ടാസ്കും നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ കൂടെ കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇഗ്നോ സിലബസ് എന്ന് പറയുന്നത് 5 ലെയേഴ്സ് ആണ്. 5 ലെയേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ നമുക്ക് പ്രോഗ്രാം സെമസ്റ്റർ വൈസ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ നമ്മൾ എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്യുന്നത് ഇയർ വൈസ് ആയിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കോഴ്സസ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഫസ്റ്റ് ഇയറിൽ എത്ര സബ്ജക്റ്റ് ഉണ്ടോ ഓരോ സബ്ജക്റ്റിനെയും നമ്മൾ വിളിക്കുന്നത് കോഴ്സസ് എന്നാണ്. അപ്പൊ ഈ ഓരോ കോഴ്സിനും ഓരോ കോഡ് ഉണ്ട്. ആ ഓരോ സബ്ജക്റ്റിനും ഓരോ പേരുകളുണ്ട്, അതിന് ഓരോ കോഡുകൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഓരോ സബ്ജക്റ്റിലും നമുക്ക് എത്ര ബ്ലോക്കുകൾ വരുന്നു, എത്ര യൂണിറ്റുകൾ വരുന്നുണ്ട്, ഓരോ യൂണിറ്റിലും എത്രമാത്രം നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. കൂടാതെ നമുക്ക് അസൈൻമെന്റ്സ് എങ്ങനെയാണ് വരുന്നത്, അസൈൻമെന്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, നമ്മുടെ TE എക്സാംസ് എങ്ങനെ വരുന്നു, അത് എപ്പോഴാണ് വരുന്നത്, എക്സാംസിന് മുമ്പായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സെക്ഷൻ ആയിരിക്കും ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ക്വിക്കായിട്ട് നോക്കാം. നമുക്ക് ആക്ച്വലി 4 ഇയർ കോഴ്സ് ആണ്. നമുക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്ന സബ്ജക്റ്റുകളും കാര്യങ്ങളും ആയിരിക്കും ഇന്ന് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ടായിരിക്കാം. അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ BF-JDM എന്ന് പറയുന്ന കോഴ്സ് 4 ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആണ്. നമുക്ക് 3 വർഷം കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്നും എൻഡ് ചെയ്തിട്ട്, അതായത് ഡിഗ്രി മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും എൻഡ് ചെയ്തിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അതല്ല നമുക്ക് 4 ഇയർ കംപ്ലീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പ്ലസ് നമുക്ക് ഒരു 1 ഇയർ PG മാത്രം അതിനുശേഷം നമുക്ക് ചെയ്താൽ മതിയാകും. സോ ഇനി നമുക്ക് നമ്മുടെ സിലബസ് എങ്ങനെയാണ്, സിലബസ് ഡീകോഡിംഗ് കാര്യങ്ങളിലോട്ടൊക്കെ നമുക്ക് പോകാം. നമ്മുടെ BA ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്ന നമ്മുടെ കോഴ്സിൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് മൊത്തം 4 കോർ കോഴ്സസുകളും ബാക്കി 4 ഇലക്ടീവ് പേപ്പേഴ്സും ആണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. സോ ഇവിടെ കാണിക്കുന്നത്, അതായത് ഫുള്ളി അവൈലബിൾ എന്ന് പറയുന്നത് നമുക്ക് ലേൺ ബേസിൽ വീഡിയോസ്, ലൈവ് സെക്ഷൻസ്, അതുപോലെ എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസുകളാണ് നമ്മളിവിടെ ഫുള്ളി അവൈലബിൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. മെറ്റീരിയൽസ് ഓൺലി എന്ന് പറയുന്ന കോഴ്സസുകൾക്ക് വീഡിയോ ലെക്ചേഴ്സുകളോ അതുപോലെ ലൈവ് സെക്ഷൻസിന്റെ സപ്പോർട്ടോ കാര്യങ്ങളോ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇയറിന്റെ കോഴ്സസിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസുകളാണ് ഫസ്റ്റ് ഓഫ് ഓൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. BNM 21 ഇൻട്രൊഡക്ഷൻ ടു ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ, BNM 22 ടെക്നിക്സ് ഓഫ് റിപ്പോർട്ടിംഗ്, BNM 023 മീഡിയ ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസി, BNM 024 ന്യൂസ് റൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ്, BEVAE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ്, BEDS V101 വാല്യൂ എഡ്യൂക്കേഷൻ, BSOG 171 Indian Society Image and Realities, BPAG 171 Disaster Management, BCOS 183 Computer Application in Business, BEGS 183 Writing and Study Skills, BCS 183 Emotional Intelligence. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകളുടെ ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അതുപോലെ നമുക്ക് വീഡിയോ ലെക്ചേഴ്സ്, ലൈവ് ക്ലാസ്സുകൾ, അങ്ങനെ എല്ലാം അവൈലബിൾ ആയിരിക്കും. നമുക്ക് അതുപോലെ ഇവിടെ ക്രെഡിറ്റ്സുകളും നമ്മൾ അതിന് കൊടുത്തിട്ടുണ്ട്. ഒരു ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് 30 ഹവേഴ്സ് ആണ്. അപ്പൊ അതിന് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സബ്ജക്റ്റിന് അത്രയും ഹവേഴ്സ് നമ്മൾ അതിന് സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അടുത്തായിട്ട് ഇവിടെ മെറ്റീരിയൽസ് ഓൺലി എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സസുകളെ ലിസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മെറ്റീരിയൽസ് ഓൺലി എന്ന് പറയുമ്പോൾ നമുക്ക് അസൈൻമെന്റ് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. ബട്ട് നമുക്ക് വീഡിയോ ലെക്ചേഴ്സുകളോ അതായത് റെക്കോർഡഡ് വീഡിയോസോ ലൈവ് സെക്ഷൻസിന്റെ ക്ലാസ്സസുകളോ നമുക്ക് ഈ സബ്ജക്റ്റുകൾക്ക് നമുക്ക് ഉണ്ടായിരിക്കില്ല. BANS 180 ടൂറിസം ആന്ത്രോപോളജി, BMDG 171 ഡിസബിലിറ്റി സൊസൈറ്റി ആൻഡ് കൾച്ചർ, BPY 101 അപ്ലൈഡ് എത്തിക്സ്, BABG 171 അണ്ടർസ്റ്റാൻഡിംഗ് അംബേദ്കർ, BEGG 171 മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്,
VSSS 183 life skills, BTTS 183 an introduction to machine translation, and BCH 183 laboratory management skills, BPCS 185 developing emotional competence. ഇനി ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 8 സബ്ജക്റ്റുകളാണ് ടോട്ടലി വരുന്നത്. അപ്പൊ ഈ ഒരു 8 പറഞ്ഞ് നമ്മൾ സബ്ജക്റ്റുകൾ നമ്മൾ കോഴ്സസ് എന്നാണ് പറയുന്നത്. ഓരോ സബ്ജക്റ്റിനും അതിന്റെ കോഡ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്ന ഫസ്റ്റ് ഇയറിൽ വരുന്ന 4 കോർ പേപ്പേഴ്സുകളാണ്. ഇൻട്രൊഡക്ഷൻ ടു ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ, അതിന്റെ കോഡാണ് BNM 21 എന്ന് പറയുന്നത്. അതുപോലെ ടെക്നിക് ഓഫ് റിപ്പോർട്ടിംഗ് BNM 22, മീഡിയ ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസി BNM 23, ന്യൂസ് റൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് BNM 24. ഈ ഒരു കോർ പേപ്പേഴ്സുകളാണ്, 4 കോർ പേപ്പേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ബാക്കി വരുന്നത് നമുക്ക് ഇലക്ടീവ് പേപ്പേഴ്സുകളാണ്. സോ ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ടുള്ള ഇന്ത്യൻ സൊസൈറ്റി ഇമേജ് ആൻഡ് റിയാലിറ്റീസ് BSOG 171, ഡിസാസ്റ്റർ മാനേജ്മെന്റ് BPAG 171. സോ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതുപോലെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് BCOS 183, റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് BEGS 183, ഇമോഷണൽ ഇന്റലിജൻസ് BPCS 183. സോ ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു കോഴ്സ് ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതുപോലെ വാല്യൂ ആഡഡ് കോഴ്സ് ആയിട്ടുള്ള വാല്യൂ എഡ്യൂക്കേഷൻ DESP 101, എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ സ്റ്റഡീസ് BEVA 181. സോ ഇത്രയും കോഴ്സസ് ആണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. ഇനി നമ്മുടെ പ്രോഗ്രാമിന്റെ സ്ട്രക്ചേഴ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ സെമ്മിലും 20 ക്രെഡിറ്റ്സ് വീതമാണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഇഗ്നു നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കോഴ്സുകളുടെ ലിസ്റ്റ് ആണ് ഇവിടെ ആക്ച്വലി കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ സെം 1 നോക്കുവാണെങ്കിൽ ഈ ഒരു DSC എന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാനായിട്ട് സാധിക്കും. DSC എന്ന് വെച്ചാൽ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകളാണ്. അതിൽ വരുന്നതാണ് ഇൻട്രൊഡക്ഷൻ ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ 6 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ മൈനർ 1 VOC എന്ന് വെച്ചാൽ വൊക്കേഷണൽ കോഴ്സസ് ആണ്. ടെക്നിക് ഓഫ് റിപ്പോർട്ടിംഗ് 4 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ SCC 1, അതായത് യൂണിവേഴ്സിറ്റി ബാസ്കറ്റ്. അത് യൂണിവേഴ്സിറ്റി ബാസ്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല, യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ചെയ്തിട്ടുള്ള എലക്ടീവ്സ് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അതാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ IDC ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസ്, അതും ഫ്രം യൂണിവേഴ്സിറ്റി ബാസ്കറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകളിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെയുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെമ്മിൽ നമ്മൾ 4 കോഴ്സസ് ആണ് നമുക്ക് എടുക്കാനുള്ളത്. 20 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. സെക്കൻഡ് സെമ്മിൽ നമുക്ക് വരുമ്പോൾ മീഡിയ ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസി, ന്യൂസ് റൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് 2 കോർ പേപ്പേഴ്സ് ആണ്. 6 ക്രെഡിറ്റ്സും 4 ക്രെഡിറ്റ്സും ആണ് നമുക്ക് വരുന്നത്. പിന്നെ BEVA 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ് 4 ക്രെഡിറ്റ്സ് വരുന്നു. അതുപോലെ തന്നെ BSc ഫ്രം യൂണിവേഴ്സിറ്റി ബാസ്കറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് അവിടെ. 6 ക്രെഡിറ്റ്സിന്റെ ഒരു കോഴ്സ് നമുക്ക് അവിടെ ചൂസ് ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് ഇയറിൽ ടോട്ടൽ നമുക്ക് 40 ക്രെഡിറ്റ്സ് ആണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്. ഇനി സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് സെം 3 ഇതുപോലെ ടൈപ്പ് ഓഫ് ജേർണലിസ്റ്റ് റൈറ്റിംഗ്, അതുപോലെ മീഡിയ എത്തിക്സ് ആൻഡ് റെഗുലേഷൻ 6 ക്രെഡിറ്റ്സ് വീതമുള്ള 2 കോഴ്സസ് ആണ്. അതുപോലെ മൈനർ 3 ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ടുള്ള ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി 4 ക്രെഡിറ്റ്സ് വരുന്നതാണ്. അതുപോലെ ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. 4 ക്രെഡിറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. സോ ഓരോ സെമ്മിലും നമുക്ക് 20 ക്രെഡിറ്റ്സ് തന്നെയാണ് വരുന്നത് കേട്ടോ. സോ ഇയർ വൈസ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് 40 ക്രെഡിറ്റ്സ് ആണ് ടോട്ടൽ ഇട്ടായിരിക്കുക. സെം 4 വരുമ്പോൾ ഓഡിയോ പോഡ്കാസ്റ്റ്, റിസ്യൂം കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ്, ഡിജിറ്റൽ മീഡിയ ലിറ്ററസി, പ്രാക്ടിക്കൽ ന്യൂസ് പോർട്ടൽ ക്രിയേഷൻ ആൻഡ് പ്രൊഡക്ഷൻ. ഓക്കെ, ഇത്രയും കോഴ്സസുകളാണ് സെം 4 വരുന്നുണ്ടായിരിക്കാം. ആൻഡ് തേർഡ് ഇയറിൽ നമുക്ക് നോക്കുമ്പോൾ സെം 5 നമുക്ക് ഡാറ്റ ജേർണലിസം 6 ക്രെഡിറ്റ്സിന്റെ കോഴ്സാണ്. ഓഡിയോ വിഷ്വൽ പ്രൊഡക്ഷൻ 6 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റൽ ജേർണലിസം 4 ക്രെഡിറ്റ്സ് വരുന്നു. ICT ഓഫ് ഡെവലപ്മെന്റ് 4 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. ടോട്ടൽ 20 ക്രെഡിറ്റ്സ് തന്നെയാണ്. സെം 6 നോക്കുവാണെങ്കിൽ ഡിജിറ്റൽ ജേർണലിസം ആൻഡ് റിസർച്ച് ടൂൾസ് 6 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. സോഷ്യൽ മീഡിയ ആൻഡ് സൊസൈറ്റി 6 ക്രെഡിറ്റ്സ് വരുന്നു. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ 4 ക്രെഡിറ്റ്സ് ആണ്. പിന്നെ നമുക്ക് പ്രൊജക്റ്റോ ഇന്റേൺഷിപ്പോ അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ നമുക്ക് അവിടെ ചെയ്യാം. 4 ക്രെഡിറ്റ്സ് ആണ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ടോട്ടൽ 40 ക്രെഡിറ്റ്സ് തന്നെയാണ് അവിടെ നമുക്ക് വരുന്നത്. ഇനി ലാസ്റ്റ് ഇയറിലോട്ട് നമുക്ക് പോവുകയാണെങ്കിൽ, ഇതുവരെ നിങ്ങൾ അതായത് തേർഡ് ഇയറോട് കൂടെ നിങ്ങൾ എക്സാം എൻഡ് ചെയ്ത് നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതെല്ലാം നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇയറും കൂടെ ചെയ്തു കഴിഞ്ഞാൽ 4 ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സ് നമ്മുടെ കംപ്ലീറ്റ് ആയിരിക്കും. സോ സെം 7 നോക്കുവാണെങ്കിൽ തിയറിസം ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ 6 ക്രെഡിറ്റ്സ് വരുന്ന കോഴ്സാണ്. ഡാറ്റ സയൻസ് ആൻഡ് ബിഗ് ഡാറ്റ 6 ക്രെഡിറ്റ്സ് വരുന്ന ഒരു കോഴ്സാണ്. ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻസ് 4 ക്രെഡിറ്റ്സ് വരുന്ന ഒരു കോഴ്സാണ്. പിന്നെ നമുക്ക് വരുന്നത് ഒന്നെങ്കിൽ പ്രാക്ടിക്കൽ നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അതായത് സെം 7 നമുക്ക് ലാസ്റ്റ് ആയിട്ട് വരുന്ന 4 ക്രെഡിറ്റ്സിന്റെ ഒരു പ്രാക്ടിക്കൽ ആണ്.
അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഡാറ്റ മൈനിങ് ത്രൂ അല്ലെങ്കിൽ ബിഗ് ഡാറ്റ അനാലിസിസ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ടായിരിക്കും നമുക്ക് അതിൽ പ്രാക്ടിക്കൽ ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കുക. പിന്നെ സെം 8 വരുമ്പോൾ ഇന്റർനെറ്റ് റിസർച്ച് മെത്തഡ്സ് 4 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്, ഡിജിറ്റൽ മീഡിയ എക്കണോമിക്സ് 4 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. അവിടെയും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് 2 പേപ്പേഴ്സ് എടുക്കാം, ഓക്കെ, അതായത് 2 കോഴ്സസ് എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ റിസർച്ച് ആയിട്ടോ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ആയിട്ടോ നമുക്ക് ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോ ചൂസ് എ ഓർ ബി എന്നാണ്. ഒന്നെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ എ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷൻ റിസർച്ച് പ്രാക്ടിക്കൽ ഈ ഒരു പേപ്പേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് പ്രൊജക്ട് നമുക്ക് എടുക്കാം. പ്രൊജക്ട് ആകുമ്പോൾ ടോട്ടൽ 12 ക്രെഡിറ്റ്സ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. നമ്മൾ 2 പേപ്പേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഓരോ പേപ്പറും 6 ക്രെഡിറ്റ്സ് വീതമായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സെം 8 നമുക്ക് 2 പേപ്പേഴ്സ് ഓൾറെഡി ഉണ്ട്, ഇന്റർനെറ്റ് റിസർച്ച് മെത്തഡ്സും ഡിജിറ്റൽ മീഡിയ എക്കണോമിക്സും. ഓക്കെ, അതിന് പുറമെ നമുക്ക് വേണമെങ്കിൽ 2 പേപ്പേഴ്സ് എടുക്കാം. അതല്ലെങ്കിൽ 2 പേപ്പേഴ്സിനും പോരാ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 പേപ്പേഴ്സിനും പകരമായിട്ട് നമുക്ക് പ്രൊജക്റ്റും ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പ്രൊജക്ട് അല്ലെങ്കിൽ ഡിസർട്ടേഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ വരുന്ന കോഴ്സസുകളിൽ നമുക്ക് എത്ര ബ്ലോക്സ് ഉണ്ട്, എത്ര യൂണിറ്റ് ഉണ്ട്, ഓരോന്നിലും എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളാണ്. സോ നമ്മുടെ ഈ ഒരു ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ ബേസിക്കലി നമ്മൾ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൽ പഠിക്കുന്നുണ്ടായിരിക്കുക. സോ ഫസ്റ്റ് BNM 021 ഇൻട്രൊഡക്ഷൻ ടു ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ. ഫസ്റ്റ് ബ്ലോക്ക് നമുക്ക് മൊത്തം 4 ബ്ലോക്കുകളാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ ഇൻട്രൊഡക്ഷൻ ടു മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, and block 2 journalism and media in digital age, block 3 digital media and society, block 4 contemporary issues of digital media. അപ്പൊ ഇനി ഇതിൽ ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ബ്ലോക്ക് ഇൻട്രൊഡക്ഷൻ ടു മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ 4 യൂണിറ്റുകളാണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ബ്ലോക്കിൽ 4 യൂണിറ്റ് ഉണ്ട്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആണ്. അതുപോലെ യൂണിറ്റ് 2 മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, യൂണിറ്റ് 3 എമർജൻസ് ഓഫ് ഡിജിറ്റൽ മീഡിയ, യൂണിറ്റ് 4 ജേർണലിസം ഡിജിറ്റൽ മീഡിയ ആൻഡ് സൊസൈറ്റി. സോ 4 യൂണിറ്റുകളാണ് നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത്. സെക്കൻഡ് ബ്ലോക്കിലോട്ട് വരുമ്പോൾ ജേർണലിസം ആൻഡ് മീഡിയ ആൻഡ് ഡിജിറ്റൽ ഏജ് എന്ന് പറയുന്ന സെക്കൻഡ് ബ്ലോക്കിലോട്ട് വരുമ്പോൾ ടോട്ടൽ 6 യൂണിറ്റുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് യൂണിറ്റ് 5 ജേർണലിസം നാച്ചുറൽ ആൻഡ് ടൈപ്സ്, യൂണിറ്റ് 6 ടെക്നോളജി സൊസൈറ്റി ആൻഡ് ഫോർത്ത് എസ്റ്റേറ്റ്, യൂണിറ്റ് 7 ഡെമോക്രസി ആൻഡ് ദ ഫോർത്ത് എസ്റ്റേറ്റ്, യൂണിറ്റ് 8 മൊബൈൽ ജേർണലിസം, യൂണിറ്റ് 9 ടെക്നോളജിക്കൽ എംപവർമെന്റ് ആൻഡ് മെസ്സേജ് പ്രസ്, Unit 10 algorithms and AI for journalism. And block 3 digital media and society യൂണിറ്റുകൾ തന്നെയാണ് വരുന്നത്. യൂണിറ്റ് 11 ഇന്റർനെറ്റ് ആസ് എ മീഡിയം, യൂണിറ്റ് 12 theories of digital communication, യൂണിറ്റ് 13 participatory culture, യൂണിറ്റ് 14 social movement and digital media, and block 4 contemporary issues of digital media. 4 യൂണിറ്റുകൾ തന്നെയാണ് വരുന്നത്. യൂണിറ്റ് 15 internet and marginalization, and Unit 16 conceptual framework of digital inequalities, Unit 17 global media policies, Unit 18 internet governance. അടുത്ത നമ്മുടെ കോർ പേപ്പർ ആയിട്ടുള്ളതാണ് BNM 022 ടെക്നിക്സ് ഓഫ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് 4 ബ്ലോക്കുകളാണ് പഠിക്കാനായിട്ട് വരുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ബേസിസ് ഓഫ് ന്യൂസ്, ആൻഡ് ബ്ലോക്ക് 2 റിപ്പോർട്ടിംഗ് ടൈപ്സ് ആൻഡ് ടൂൾസ്, ബ്ലോക്ക് 3 റിപ്പോർട്ടിംഗ് ബീറ്റ്സ് 1, ബ്ലോക്ക് 4 റിപ്പോർട്ടിംഗ് ബീറ്റ്സ് 2. ആൻഡ് ബ്ലോക്ക് 1 നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 യൂണിറ്റുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ന്യൂസ്, അതുപോലെ യൂണിറ്റ് 2 ന്യൂസ് സോഴ്സസ്, യൂണിറ്റ് 3 ന്യൂസ് റൂം സെറ്റപ്പ് ആൻഡ് ഫംഗ്ഷനിങ് ഓഫ് പ്രിന്റ് മീഡിയ, ആൻഡ് ബ്ലോക്ക് 2 റിപ്പോർട്ടിംഗ് ടൈപ്സ് ആൻഡ് ടൂൾസ്. അതിൽ നമുക്ക് 3 യൂണിറ്റ് വരുന്നു. യൂണിറ്റ് 4 ന്യൂസ് റിപ്പോർട്ടിംഗ് ഡിഫറെന്റ് ടൈപ്സ്, യൂണിറ്റ് 5 റിസർച്ച് ഓഫ് ജേർണലിസ്റ്റിക് റൈറ്റിംഗ്, ആൻഡ് യൂണിറ്റ് 6 ഇന്റർവ്യൂ ആസ് എ ജേർണലിസ്റ്റിക് ടൂൾ. ബ്ലോക്ക് 3 നമുക്ക് 4 യൂണിറ്റുകളാണ് വരുന്നത്. യൂണിറ്റ് 7 എന്ന് പറയുന്നത് സിവിൽ റിപ്പോർട്ടിംഗ് ആണ്. യൂണിറ്റ് 8 റിപ്പോർട്ടിംഗ് സോഷ്യൽ ഇഷ്യൂസ്, യൂണിറ്റ് 9 റിപ്പോർട്ടിംഗ് ലൈഫ് സ്റ്റൈൽ ഫാഷൻ ആൻഡ് ഫിലിംസ്, യൂണിറ്റ് 10 റിപ്പോർട്ടിംഗ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, ആൻഡ് ബ്ലോക്ക് 4 റിപ്പോർട്ടിംഗ് ബീറ്റ്സ് 2. അപ്പോൾ അതിലും നമുക്ക് 4 യൂണിറ്റ് തന്നെയാണ്, അതിന്റെ കണ്ടിന്യൂറ്റി തന്നെയാണ്. യൂണിറ്റ് 11 സ്പോർട്സ് റിപ്പോർട്ട്, യൂണിറ്റ് 12 ക്രൈം റിപ്പോർട്ടിംഗ്, യൂണിറ്റ് 13 ലീഗൽ റിപ്പോർട്ടിംഗ്, യൂണിറ്റ് 14 പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ്. സോ ഇതിന്റെയൊക്കെ ഹെഡിങ്സ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും അതിനകത്ത് എന്താണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് നമ്മുടെ കോർ പേപ്പർ ആണ് BNM 023 മീഡിയ ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസി എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിംഗ് MIL. ഓക്കെ, അണ്ടർസ്റ്റാൻഡിംഗ് മീഡിയ ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസി എന്നുള്ളതിൻ്റെതാണ് കേട്ടോ MIL എന്ന് പറയുന്നത്. സോ യൂണിറ്റ് 1 അണ്ടർസ്റ്റാൻഡിംഗ് മീഡിയ ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസി, യൂണിറ്റ് 2 MIL സിവിൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ, ആൻഡ് യൂണിറ്റ് 3 ഇന്ററാക്ടിംഗ് വിത്ത് മീഡിയ ആൻഡ് അതർ കണ്ടന്റ് പ്രൊവൈഡേഴ്സ്, യൂണിറ്റ് 4 MIL ടീച്ചിങ് ആൻഡ് ലൈഫ് ലോങ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ബ്ലോക്ക് 1 നമുക്ക് മൊത്തം 5 യൂണിറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. ഇനി ബ്ലോക്ക് 2 നോക്കുവാണെങ്കിൽ മീഡിയ ആൻഡ് ഇൻഫർമേഷൻ
ലിറ്ററസി, സൊസൈറ്റി ആൻഡ് എത്തിക്സ്. ഓക്കെ, സോ ഇതിൽ നമുക്ക് 5 യൂണിറ്റ്സ് വരുന്നുണ്ട്. യൂണിറ്റ് 6 ലേണിംഗ് തിയറീസ് ആൻഡ് MIL, യൂണിറ്റ് 7 enabling environment for MIL in learning spaces, യൂണിറ്റ് 8 audience, national and global context, യൂണിറ്റ് 9 technology, media and society, യൂണിറ്റ് 10 freedom, ethics and social accountability. And block 3 journalism and society. 3 യൂണിറ്റുകളാണ് വരുന്നത്. യൂണിറ്റ് 11 what makes news, യൂണിറ്റ് 12 the news development process, യൂണിറ്റ് 13 news reporting and power of image, and block 4 representation in India. അതിൽ 3 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. യൂണിറ്റ് 14 എന്ന് പറയുന്നത് ഇൻഡസ്ട്രി, ഗുഡ്സ് ഓൺ ഡൈവേഴ്സിറ്റി ആൻഡ് റെപ്രസെന്റേഷൻ, യൂണിറ്റ് 15 ടെലിവിഷൻ, ഫിലിംസ്, പ്രിന്റ് പബ്ലിഷിംഗ്, യൂണിറ്റ് 16 റെപ്രസെന്റേഷൻ ആൻഡ് മ്യൂസിക് വീഡിയോസ്. ആൻഡ് നെക്സ്റ്റ് പേപ്പർ ആയിട്ടുള്ള BNM 024 ന്യൂസ് റൈറ്റിംഗ്സ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്ന പേപ്പർ ആണ്. സോ ഇതിൽ നമുക്ക് 4 ബ്ലോക്കുകൾ തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് റൈറ്റിംഗ് സ്കിൽസ് ആണ്, ആൻഡ് ബ്ലോക്ക് 2 ന്യൂസ് റൈറ്റിംഗ് ആണ്, ബ്ലോക്ക് 3 നോൺസെൻസ് ഓഫ് ന്യൂസ് ഫോർമേഷൻസ്, ആൻഡ് ബ്ലോക്ക് 4 എഡിറ്റിംഗ്. സോ ഫസ്റ്റ് ബ്ലോക്കിൽ 3 യൂണിറ്റുകൾ വരുന്നുണ്ട്. യൂണിറ്റ് 1 റൈറ്റിംഗ് പ്രോസസ് ആൻഡ് മെത്തേഡ്സ്, യൂണിറ്റ് 2 എഫക്റ്റീവ് റൈറ്റിംഗ്, യൂണിറ്റ് 3 ചേഞ്ചിങ് കൺസെപ്റ്റ്സ് ഓഫ് ന്യൂസ്, ആൻഡ് ബ്ലോക്ക് 2 ന്യൂസ് റൈറ്റിംഗ്സിൽ നമുക്ക് 4 യൂണിറ്റുകളാണ് വരുന്നത്. യൂണിറ്റ് 4 എന്ന് പറയുന്നത് റൈറ്റിംഗ് ആസ് എ ന്യൂസ് റിപ്പോർട്ട്, യൂണിറ്റ് 5 ടൈപ്സ് ഓഫ് റിപ്പോർട്ടിംഗ്, യൂണിറ്റ് 6 റൈറ്റിംഗ് ലീഡ്സ് ആൻഡ് ഹെഡിംഗ്, ആൻഡ് യൂണിറ്റ് 7 സോഴ്സ് ഓഫ് ഓൺലൈൻ റിസർച്ച് ആൻഡ് മാത്സ് ഓഫ് റിപ്പോർട്ടേഴ്സ്. ആൻഡ് ബ്ലോക്ക് 3 നോൺസെൻസ് ഓഫ് ന്യൂസ് ഫോർമേഷൻസ്. ആൻഡ് ഫസ്റ്റ് അതിൽ നമുക്ക് 4 യൂണിറ്റുകളാണ് പഠിക്കാനായിട്ട് വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ടൂൾസ് ഓഫ് ജേർണലിസ്റ്റിക്, ആൻഡ് യൂണിറ്റ് 9 സ്റ്റോറി ഫോർമാറ്റ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ്, യൂണിറ്റ് 10 multimedia journalism, and യൂണിറ്റ് 11 ethics in reporting, and block 4 editing, 12 editing, unit 13 newsroom operations, unit 14 organizational structures of news organization. ആൻഡ് നമ്മുടെ ഇലക്ടീവ് പേപ്പേഴ്സ് ആയിട്ടുള്ള ഇപ്പൊ ഇതുവരെ നമ്മൾ കോർ പേപ്പേഴ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മുടെ കോർ പേപ്പേഴ്സുകൾ കംപ്ലീറ്റ്ലി നമ്മുടെ ആ ഒരു ഹെഡിങ്സും കാര്യങ്ങളും എല്ലാം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കംപ്ലീറ്റ്ലി നമ്മളുടെ ഈ ഒരു ജേർണലിസത്തിൽ നമ്മൾ എങ്ങനെയാണ് ന്യൂസ് റിപ്പോർട്ടിങ്സ്, അതിന്റെ റീഡിങ്, റൈറ്റിംഗ്, അതിന്റെ ഫോർമാറ്റ് കാര്യങ്ങൾ, അതുപോലെ ഓരോന്നിന്റെ അതായത് ന്യൂസിന്റെ കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ മീഡിയാസിലേക്കൂടെ അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ എൻഡ് ചെയ്യണം, ഓരോന്നിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, എങ്ങനെയായിരിക്കണം ഒരു ജേർണലിസ്റ്റ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സ്റ്റഡീസ് ആയിരിക്കും. അപ്പൊ അതിൽ ബേസിക് തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ പഠിച്ചു പോകുന്നുണ്ടായിരിക്കും. ആൻഡ് നമ്മുടെ ഇലക്ടീവ് കോഴ്സ് ആയിട്ടുള്ള BEVA 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ്. അപ്പൊ ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് 4 ബ്ലോക്കുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് ബ്ലോക്ക് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്, ബ്ലോക്ക് 2 നാച്ചുറൽ റിസോഴ്സസ്, ബ്ലോക്ക് 3 എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്, ബ്ലോക്ക് 4 പ്രൊട്ടക്ടിങ് അവർ എൻവയോൺമെന്റ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. സോ ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്ന 3 യൂണിറ്റുകളാണ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ അവർ എൻവയോൺമെന്റ്, യൂണിറ്റ് 2 എക്കോസിസ്റ്റംസ്, യൂണിറ്റ് 3 നാച്ചുറൽ എക്കോസിസ്റ്റംസ്. അപ്പൊ ഈ ഒരു സബ്ജക്റ്റിൽ ബേസിക്കലി നമ്മുടെ എൻവയോൺമെന്റ് എന്താണ്, എൻവയോൺമെന്റ് എങ്ങനെയാണെന്ന്, അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ തന്നെ കോഴ്സിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി പഠിക്കാനുള്ള നമ്മുടെ ചുറ്റുപാടത്തൊക്കെ നടക്കുന്ന കാര്യങ്ങളും, അതുപോലെ എൻവയോൺമെന്റ് പരിസ്ഥിതിയെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കണം, എന്തൊക്കെ ഇഷ്യൂസ് വരുന്നുണ്ട്, എന്തൊക്കെയാണ് അതിന്റെ ചലഞ്ചസ്, കാര്യങ്ങൾ, അങ്ങനെ ഡീറ്റെയിലിംഗ് ആയുള്ളൊരു കോഴ്സാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ടായിരിക്കുക. ബ്ലോക്ക് 2 നമുക്ക് 4 യൂണിറ്റുകൾ വരുന്നുണ്ട്. ബ്ലോക്ക് 2 എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സസ് ആണ്. സോ യൂണിറ്റ് 4 ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സസ്, യൂണിറ്റ് 5 ഫോറസ്റ്റ് റിസോഴ്സസ്, യൂണിറ്റ് 6 ബയോഡൈവേഴ്സിറ്റി വാല്യൂസ് ആൻഡ് സർവീസസ്, യൂണിറ്റ് 7 എനർജി റിസോഴ്സസ്. ആൻഡ് ബ്ലോക്ക് 3 നമുക്ക് 4 യൂണിറ്റുകൾ വരുന്നുണ്ട്. യൂണിറ്റ് 8 ബയോഡൈവേഴ്സിറ്റി, threats and conservations, and unit 9 environmental pollution and hazards, unit 10 waste management, unit 11 global environmental issues, and block 4 protecting our environment policies and practice. 3 യൂണിറ്റുകളാണ് വരുന്നത്. യൂണിറ്റ് 12 environmental legislations, and unit 13 human communication and environment, and unit 14 environmental ethics. അടുത്ത നമ്മുടെ BEDVS 101 വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കോഴ്സിൽ നമുക്ക് 5 ബ്ലോക്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്, അതുപോലെ ബ്ലോക്ക് 2 ചേഞ്ചിങ് കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്, ബ്ലോക്ക് 3 തിയററ്റിക്കൽ ഫൗണ്ടേഷൻസ്, ബ്ലോക്ക് 4 സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ്, ആൻഡ് ബ്ലോക്ക് 5 സോഷ്യൽ ലിങ്കേജസ്. സോ ഫസ്റ്റ് ബ്ലോക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഫസ്റ്റ് നമുക്ക് 4 യൂണിറ്റുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മലേഷ്യ ആൻഡ് നീഡ്സ് value education, and unit 2 concept of morality and moral education, unit 3 dimension of morality, unit 4 pillars of democracy, living in peace of harmony, and block 2 changing cultures and human values. ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് 4 യൂണിറ്റ് തന്നെയാണ് കംപ്ലീറ്റ്ലി വരുന്നത്. സോ ഫസ്റ്റ് യൂണിറ്റിൽ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്, യൂണിറ്റ് 2 വാല്യൂസ് എൻഹെർഷൻ ഇൻ ഇന്ത്യൻ ഫിലോസഫി, യൂണിറ്റ് 3 cultural pluralism in Indian society, unit 4 values of sustainable development, and block 3
4 യൂണിറ്റുകൾ ഇങ്ങനെയാണ് വരുന്നത്. തിയറിറ്റിക്കൽ ഫൗണ്ടേഷൻസ് ആണ്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ തിയറീസ് ഓഫ് ഗുഡ്നസ് ആൻഡ് യൂണിറ്റ് 2 തിയറീസ് ഓഫ് കണ്ടക്ട്സ്, യൂണിറ്റ് 3 റീസൺസ് ആൻഡ് ഇമോഷൻസ് ഇൻ ഹ്യൂമൻ കണ്ടക്ട്സ് ആൻഡ് യൂണിറ്റ് 4 ക്യാരക്ടേഴ്സ് ആൻഡ് പേഴ്സണാലിറ്റീസ്. ആൻഡ് ബ്ലോക്ക് 4 സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ്. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻസ് ആൻഡ് യൂണിറ്റ് 2 സോഷ്യൽ ഇന്ററാക്ഷൻസ് ആൻഡ് ഹ്യൂമൻ വാല്യൂസ്, യൂണിറ്റ് 3 വാല്യൂസ് കോൺഫ്ലിക്ട്സ് ആൻഡ് റെസൊല്യൂഷൻസ് ആൻഡ് യൂണിറ്റ് 4 പ്രോസസ് ഓഫ് ഹ്യൂമൻ അഡ്ജസ്റ്റ്മെന്റ്സ്. ആൻഡ് ബ്ലോക്ക് 5 നമുക്ക് സോഷ്യൽ ലിങ്കേജസ്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് വാല്യൂ ഡെവലപ്മെന്റ് ത്രൂ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫാമിലീസ് ആൻഡ് നൈബർഹുഡ്. ആൻഡ് യൂണിറ്റ് 2 സ്കൂൾസ് ആൻഡ് പിയേഴ്സ്. ആൻഡ് യൂണിറ്റ് 3 റോൾ ഓഫ് പാരന്റ്സ്. യൂണിറ്റ് 4 ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ സബ്ജക്റ്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. സോ എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സും സബ്ജക്റ്റുകളും ആണ്. ഒന്നും ഒത്തിരി ടഫ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള സബ്ജക്റ്റുകളോ ഒന്നുമല്ല. എല്ലാം നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഒത്തിരി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള സബ്ജക്റ്റുകളും കാര്യങ്ങളുമാണ് നമുക്ക് അതിൽ പഠിക്കാനായിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ അസൈൻമെന്റ്സിനെ കുറിച്ചാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഫസ്റ്റ് ഇയറിൽ എത്ര കോഴ്സസ് ഉണ്ടോ അത്രയും കോഴ്സസിന്റെ അസൈൻമെന്റ്സ് നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ ജൂലൈ 25 ബാച്ച് ആയിരിക്കും. സോ നെക്സ്റ്റ് നമുക്ക് മാർച്ച് 31 ആയിരിക്കും നമുക്ക് അസൈൻമെന്റ് സബ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റഡി സെന്ററിലാണ് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഫസ്റ്റ് ഇയറിൽ 8 സബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ 8 സബ്ജക്റ്റിന്റെയും അസൈൻമെന്റ്സ് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ അസൈൻമെന്റ്സ് എഴുതുന്നതിന് നമുക്ക് ജനറൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുന്നുണ്ട്. സോ നമ്മുടെ സ്റ്റഡി സെന്റേഴ്സ് ആണ് നമ്മുടെ അസൈൻമെന്റ്സ് വാല്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റഡി സെന്റേഴ്സ് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം നമ്മൾ ഫോളോ ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ജനറലി പറയുന്ന കുറച്ച് റൂൾസുകളുണ്ട്. A4-ലാണ് നമ്മൾ അസൈൻമെന്റ്സ് എഴുതേണ്ടത്. മാർജിൻസ് 4 സെന്റിമീറ്റേഴ്സ്, ബാക്കി സൈഡൊക്കെ 2 സെന്റിമീറ്റേഴ്സ് വീതം മാർജിൻ വിട്ടിരിക്കണം. അതുപോലെ കളേഴ്സ് യൂസ് ചെയ്ത് വൈറ്റ്നർ യൂസ് ചെയ്യരുത്. അപ്പോൾ ഒത്തിരി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിൽ വരും. സോ നമ്മുടെ സ്റ്റഡി സെന്റർ നമ്മളോട് പറയുന്ന റൂൾസ് ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അസൈൻമെന്റ്സ് നമ്മൾ A4-ൽ എഴുതിയിട്ടുള്ള ആൻസേഴ്സ് പ്ലസ് അതിന് മുകളിൽ നമ്മുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ, പിന്നെ ഇവാലുവേഷൻ ഷീറ്റ്, ഒരു ഫ്രണ്ട് ഷീറ്റ്, ഇങ്ങനെ എല്ലാതും കൂടെ ഒരുമിച്ച് വെച്ച് നമ്മൾ പഞ്ച് ചെയ്ത് നൂല് വെച്ച് കെട്ടിയിട്ടായിരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ നമ്മൾ ഈ ഒരു ഇവാലുവേഷൻ ഷീറ്റും ഫ്രണ്ട് ഷീറ്റും ക്വസ്റ്റ്യൻ പേപ്പർ 8 സബ്ജക്റ്റുകളും 8 വീതം വേണം. ഒരിക്കലും ഒരുമിച്ച് എല്ലാം കൂടെ ഒരുമിച്ച് കെട്ടരുത്. 8 സബ്ജക്റ്റുകളും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. സെപ്പറേറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഞ്ച് ചെയ്ത് നൂല് വെച്ച് കെട്ടുക, എന്നിട്ട് ഒരുമിച്ച് കൊണ്ടുപോയിട്ട് വെക്കാം. ഓക്കെ, അപ്പോ ഏകദേശം ഒരു ഒക്ടോബർ നവംബർ സമയമാകുമ്പോഴേക്കും ഈ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ചെയ്യും. നമ്മുടെ എക്സാം പാറ്റേണും അതുപോലെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ പാറ്റേണും സെയിം തന്നെയാണ് വരുന്നത്. 3 സെക്ഷൻസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് സെക്ഷനിൽ 28 മാർക്സിന്റെ ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ 10 or 12 മാർക്സിന് വരുന്ന ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസും പിന്നെ 5 or 6 മാർക്സിന് വരുന്ന ഷോർട്ട് നോട്ടുകളും ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. സെയിം പാറ്റേൺ ആണ് എക്സാംസിലും അസൈൻമെന്റ്സിലും നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അസൈൻമെന്റ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിന്റെ ആൻസർ ഗൈഡ് ബുക്ക് നമ്മൾ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നതായിരിക്കും. അപ്പൊ നമുക്കത് വെച്ച് അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യാം. അസൈൻമെന്റ്സിന്റെ എല്ലാം നമുക്ക് 100-ലോട്ട് തന്നെയാണ് വരുന്നത്. അതിൽ നമ്മുടെ പാസ് മാർക്ക് എന്ന് പറയുന്നത് 35% ആണ്. ഓരോ അസൈൻമെന്റ്സിന്റെയും പാസ് മാർക്ക് എന്ന് പറയുന്നത് 35% ആണ്. അപ്പൊ നമ്മൾ റിട്ടേൺ ആയിട്ടുള്ള നമ്മുടെ അസൈൻമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് മാർച്ച് 31 ലാസ്റ്റ് ഡേറ്റില്ല, മാർച്ച് 31 നമുക്ക് ലാസ്റ്റ് ഡേറ്റ് പറയുന്നത്. അപ്പൊ അതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന സ്ലിപ്പാണ് അക്നോളജ്ഡ് സ്ലിപ്പ് എന്ന് പറയും. അത് നമ്മൾ സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു റെസീപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക റെസിപ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒന്നാണ് അക്നോളജ് സ്ലിപ്പ് എന്ന് പറയുന്നത്. സോ നമ്മളത് കൈപ്പറ്റിയിട്ട് നമ്മൾ തിരിച്ചു വരാനായിട്ട് പാടുള്ളൂ. ഇനി ഇൻ കേസ് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ പറയുവാണ് ഇങ്ങനെ ഒരു സ്ലിപ്പ് നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നമുക്ക് രജിസ്റ്ററിൽ സൈൻ ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മളിത് സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു പ്രൂഫ് നമുക്ക് നിർബന്ധമായിട്ടും വേണം. ഓക്കെ, പിന്നെ പറയാനുള്ള മറ്റൊരു ഇൻ കേസ് അവർ പറയുവാണ് നിങ്ങൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അക്നോളജ് സ്ലിപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് സീലോ സൈനോ നിർബന്ധമായിട്ടും ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾ അത് കൈപ്പറ്റുക എന്നുള്ളതാണ്. പിന്നെ അത് നമ്മുടെ റിസൾട്ട് വരുന്ന വരെ ആ ഒരു സ്ലിപ്പ് സൂക്ഷിച്ച് വെക്കുകയും വേണം. ഓക്കെ, ഇൻ കേസ് റിസൾട്ട് വരുന്ന സമയത്ത് ഏതെങ്കിലും സബ്ജക്റ്റ് റിസൾട്ട് മിസ്സിംഗ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ലിപ്പ് വെച്ചാൽ മാത്രമേ അവരോട് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ആ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും റീറൈറ്റ് ചെയ്തിട്ട് വരും. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു സ്ലിപ്പിന് അത്രയും ഇമ്പോർട്ടന്റ് ഉണ്ട്. അത് നന്നായിട്ട്
പഠിക്കണം എന്ന് പറയുന്നത്. ഇനി എക്സാംസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ടേം ആൻഡ് എക്സാമിനേഷൻ ഈ എക്സാംസ് നമുക്ക് നെക്സ്റ്റ് അതായത് നമുക്ക് ഇയർ വൈസ് ആയിട്ടുള്ള നമ്മൾ പഠിക്കുന്നതെല്ലാം സെമ വൈസ് ആയിട്ടാണെങ്കിലും നമുക്ക് ഇയർലി ആണ് എക്സാംസ് വരുന്നത്. സോ നെക്സ്റ്റ് ജൂണിലാണ് നമുക്ക് ഫസ്റ്റ് ഇയറിന്റെ എക്സാംസ് വരുന്നുണ്ടായിരിക്കാം. സോ നെക്സ്റ്റ് ജൂണിലെ എക്സാംസ് വരുമ്പോൾ ഏകദേശം ഏപ്രിൽ മന്ത് ആകുമ്പോഴാണ് നമ്മൾ എക്സാംസിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത്. സോ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ അതിൽ എക്സാംസിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യും. അതിലുള്ള എക്സാം സെന്റേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. സോ അത് വരുന്ന ഉടനെ തന്നെ നിങ്ങൾ മാക്സിമം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള സെന്റേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും ആ സമയത്ത്. കാരണം നമ്മൾ എത്രത്തോളം വൈകുന്നു അത്രത്തോളം ആ സെന്റേഴ്സ് ഒക്കെ ഫിൽ ആയി പോകും. പിന്നെ ഒഴിവ് എവിടെയാണോ അവിടെയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇവിടെ 8 പേപ്പേഴ്സും എക്സാംസ് വരുന്നത് ജൂണിലായിരിക്കും. എല്ലാം 100-ലോട്ടാണ്. പക്ഷേ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്ട് 50 മാർക്കിലോട്ടാണ് നമുക്ക് വരുന്നത്. അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു ക്വസ്റ്റ്യനും 4 ഓപ്ഷൻസും നമുക്ക് കൂടെ കാണും. 18 മാർക്കാണ് അതിന് പാസ് മാർക്ക് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ സബ്ജക്റ്റിന്റെയും 35% തന്നെയാണ് നമ്മുടെ പാസ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനുമായിരിക്കും നമ്മുടെ ആൻസർ ഷീറ്റ് എല്ലാം വാല്യൂ ചെയ്യുന്നുണ്ടായിരിക്കുക. അതുപോലെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് ഒരു ഇയറിൽ 2 ടൈംസ് ആണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന് ജൂണിലും ഒന്ന് ഡിസംബറിലും. ഇപ്പൊ ഇൻ കേസ് നിങ്ങൾ ജൂണിൽ അറ്റൻഡ് ചെയ്യുന്ന എക്സാംസിൽ ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു വർക്കിംഗ് ഡേയ്സിലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കമ്മിങ് ഡിസംബറിൽ നിങ്ങൾക്ക് 6 സബ്ജക്റ്റുകൾ എഴുതാൻ സാധിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മുടെ ഫൈനൽ റിസൾട്ട് എങ്ങനെയാണ് എന്ന് നോക്കുക. അതായത് നമ്മുടെ ഫൈനൽ സ്കോർ ഇടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. സോ നമ്മുടെ അസൈൻമെന്റ്സ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് 100-ലോട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാംസും 100-ലോട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അസൈൻമെന്റ്സിൽ 100-ൽ നമുക്ക് എത്ര സ്കോർ കിട്ടി, ആ സ്കോറിന്റെ 30% പ്ലസ് എക്സാംസ് എഴുതി നമുക്ക് എത്ര സ്കോർ കിട്ടിയോ അതിന്റെ 70%. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഫൈനൽ സ്കോർ ഇടുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഒരിക്കലും നമ്മുടെ രണ്ടും 100-ലോട്ടാണ്. അതുകൊണ്ട് ടോട്ടൽ 200-ലോട്ടല്ല വരുന്നത്. ഇത് ടോട്ടലി 100-ലോട്ട് തന്നെയാണ് വരുന്നത്. നമുക്ക് എക്സാംസ് എഴുതി കിട്ടിയ മാർക്കിന്റെ 70%ഉം അസൈൻമെന്റ്സ് വെച്ച് കിട്ടിയ മാർക്കിന്റെ 30%ഉം കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഫൈനൽ സ്കോർ ഇടുന്നുണ്ടായിരിക്കുക. സോ ഇത്രയാണ് നമ്മുടെ സിലബസിന്റെ കാര്യങ്ങളും എക്സാംസ് അസൈൻമെന്റ്സിന്റെ കാര്യങ്ങളും പറയാനായിട്ടുള്ളത്. ഇനി ആയിട്ട് നമ്മുടെ ലേണിംഗ് വൈസിൽ നിന്നും നിങ്ങളുടെ ഈ ഒരു നമുക്ക് ലേണിംഗ് വൈസിൽ നിന്നും നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഹെൽപ്പ് കിട്ടുന്നുണ്ട് എന്നതിനെ പറ്റി ഡീറ്റെയിലിംഗ് ആയിട്ട് പറഞ്ഞു തരാനായിട്ട് ഞാൻ ഫാത്തിമ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സോ ഇത്രയും നേരം തൗസിൻമ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇനിയിപ്പോ നമ്മൾ ലേൺ വൈസിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന റിസോഴ്സസ് ഏതൊക്കെയാണെന്നായിരിക്കും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ നോക്കിയാൽ നമുക്ക് റെക്കോർഡ് ആയിട്ടുള്ള ലെക്ചേഴ്സ് ഉണ്ട്, ക്ലാസ്സസ് ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാല്യൂ ആഡഡ് നോട്ട് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്ത് തരുന്ന ഷോർട്ട് നോട്ട് ക്ലാസ്സിൽ എന്താണ് അവൈലബിൾ ആണ്. റെക്കോർഡ് ലെക്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കണ്ടന്റിന്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സും എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെ, റെക്കോർഡ് ലെക്ചേഴ്സ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ ഇഗ്നോയിന്റെ SLM അല്ലെങ്കിൽ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഇഗ്നോയിന്റെ SLM എന്ന് പറയുമ്പോൾ ഇഗ്നോ നിങ്ങൾക്ക് അയച്ചു തരുന്ന ടെക്സ്റ്റ് ബുക്ക് ആണ് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നിങ്ങളുടെ മെയിൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ. ബട്ട് അത് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ കുറച്ച് ലേറ്റ് ആവും. സോ അതിന് മുന്നേ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ആപ്പിൽ അതിന്റെ PDF പ്രിപ്പയർ ചെയ്തിട്ട് ഇട്ടിട്ടുള്ളത്. നെക്സ്റ്റ് തിങ് എക്സാം PD ആണ്. എക്സാം PD എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എക്സാം ഗൈഡ് ബുക്ക് ആണ് എക്സാം PD എന്ന് പറഞ്ഞാൽ. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഗൈഡാണ് എക്സാം PD എന്ന് പറഞ്ഞാൽ. കാരണം പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് ചോദിക്കാറൊക്കെ ഉണ്ട്. സോ അത് റെഫർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾക്ക് എങ്ങനെ കുറച്ചുകൂടെ വേഗത്തിൽ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്, കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് വളരെ ബിസി വീക്കാണ് നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ക്ലാസ്സസ് ഒക്കെ മിസ്സായി, അപ്പൊ നിങ്ങൾക്ക് അതെല്ലാം എന്താ പറയുക ക്യാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന റെക്കോർഡ് ലെക്ചേഴ്സ് അല്ലെങ്കിൽ വീഡിയോ ക്ലാസ്സസ് നോർമൽ സ്പീഡിൽ നിന്നും കൂട്ടിയിട്ട് 1.25x സ്പീഡിലേക്ക് മാറ്റിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്പീഡിൽ വീഡിയോ ക്ലാസ്സസ് കാണാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഹെൽപ്പ് ബുക്ക് സമ്മറി, വാല്യൂ ആഡഡ് നോട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന ലെക്ചേഴ്സ് നോട്ട് ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബിസി വീക്ക് ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സാം അടുത്ത് നിൽക്കുന്ന സമയമാണ്. നിങ്ങൾ ഒരു തരത്തിലും നിങ്ങൾ ഒന്നും തന്നെ ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എക്സാം PDയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഉണ്ട്. ആൻഡ് ഓൾസോ യു ക്യാൻ റെഫർ PYQUA. PYQUA എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇഗ്നോയിന്റെ ഹെൽപ്പ് ബുക്കും കാര്യങ്ങളും ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ഇതൊക്കെ നമ്മൾ തരുന്ന എന്താണ് റിസോഴ്സുകളാണ്. ഓക്കെ, ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്
റിസോഴ്സിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു PDFs കാര്യങ്ങളും നിങ്ങൾക്ക് എക്സാമിന്റെ സമയത്ത് നമ്മൾ റിലീസ് ചെയ്ത് തരുന്നതാണ്. ആൻഡ് ഓൾസോ യൂട്യൂബിൽ ഇതിന്റെ വീഡിയോ സീരീസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ചെയ്യുന്നുണ്ട്. മുൻകാല ചോദ്യപേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന എക്സാമിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്നുള്ളതാണ് PYQA എന്ന് പറഞ്ഞാൽ. പിന്നെ നേരത്തെ എക്സാം വീഡിയോയെ കുറിച്ച് പറഞ്ഞതാണല്ലോ, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസേഴ്സും ഒക്കെ ആയിരിക്കും അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് വളരെ ടഫ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് നിങ്ങളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഈ പറയുന്ന റെക്കോർഡ് ആയിട്ടുള്ള ലെക്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അത് നോർമൽ സ്പീഡിൽ വളരെ സ്ലോ ആയിട്ട് കണ്ടത് തന്നെ വേണമെങ്കിൽ റിപ്പീറ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് ടഫ് കോൺസെപ്റ്റ് ഒക്കെ ഗോ ത്രൂ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഓൾസോ യു ക്യാൻ യൂസ് എക്സാംപീഡിയ. ഓക്കെ, അടുത്തത് നമ്മൾ ഈ തരുന്ന റിസോഴ്സുകളൊക്കെ എപ്പം യൂസ് ചെയ്യണം എന്നുള്ളതാണ്. സോ റെക്കോർഡ് ലെക്ചേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു യൂണിറ്റിനെ റിവൈസ് ചെയ്യുന്ന സമയത്തോ ദറ്റ് യു ക്യാൻ സ്റ്റാർട്ട് വാച്ച് റെക്കോർഡ് ലെക്ചേഴ്സ്. പിന്നെ നമുക്ക് അതിനെ 1.25 സ്പീഡിൽ ഇട്ടാൽ അത് കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സ്പീഡ് കൂട്ടിയിട്ട് വളരെ ഷോർട്ട് ടൈമിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ കണ്ടു തീർക്കാൻ വേണ്ടി പറ്റും. അതേപോലെ എന്തെങ്കിലും സ്പെഷ്യൽ കീവേഡ്സ് ഒക്കെ വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിൽ യു ക്യാൻ പോസ് ചെയ്തിട്ട് അതിന്റെ വേർഡ്സ് എന്തൊക്കെയാണോ, സെന്റൻസ് എന്തൊക്കെയാണോ അത് നിങ്ങൾക്ക് ഒരു നോട്ട്ബുക്കിൽ റൈറ്റ് ചെയ്തിട്ട് പിന്നെ അത് റെഫർ ചെയ്യാൻ വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ യു ക്യാൻ ആഡ് ടൈം സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പെർട്ടിക്കുലർ മിനിറ്റിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 14ാമത്തെ മിനിറ്റിൽ നിങ്ങളുടെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് പറഞ്ഞാൽ നിങ്ങൾ ആ ഇമ്പോർട്ടന്റ് പോയിന്റ് ഏതെങ്കിലും ഒരു നോട്ട്ബുക്കിൽ മെൻഷൻ ചെയ്യാം. ആൻഡ് ഓൾസോ ആ ഇമ്പോർട്ടന്റ് പോയിന്റ് പറഞ്ഞ മിനിറ്റ് ഏതാണ്, വീഡിയോയിൽ എത്രാമത്തെ മിനിറ്റിലാണ് അത് പറഞ്ഞത് എന്നും കൂടെ നോട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഹോൾ വീഡിയോ കണ്ടിട്ട് അത് തപ്പിപ്പിടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു മിനിറ്റിൽ നമ്മളുടെ ആ ഒരു പോയിന്റ് കൊണ്ട് വെച്ചാൽ, വീഡിയോയുടെ പോയിന്റ് കൊണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ പോയിന്റ് എന്താണ് ആ ഒരു ഏരിയ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ടൈം സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ ആഡഡ് നോട്ട് ആണ്. നമ്മൾ ലേൺ വൈസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്ത് തരുന്ന ഹെൽപ്പ് ബുക്ക് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഇപ്പോൾ ഒരു കോഴ്സ് എടുത്താൽ അതിനുള്ളിൽ പല പല ബ്ലോക്കുകൾ ഉണ്ടെന്ന് തേഴ്സ്ഡേ മാം പറഞ്ഞായിരുന്നു അല്ലെ. സോ ആ ഒരു പല പല ബ്ലോക്കുകൾ എന്ന് പറയുമ്പോൾ ഒത്തിരി വലിയ എന്താ യൂണിറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനുള്ളിൽ വരുന്നത്. സോ അതിനെയൊക്കെ വളരെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു PDF ആണ് വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ അത് വായിച്ചാൽ ആ ഒരു ഹോൾ ആയിട്ടുള്ള സബ്ജക്ട് എന്നതിനെ കുറിച്ചാണ് അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ് ഈ പറയുന്ന വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറഞ്ഞാൽ. സോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ടെക്സ്റ്റിംഗ് എക്സാം PD ആണ്, എക്സാം സ്പെഷ്യൽ ഗൈഡ് ആണ്. നിങ്ങൾക്ക് എക്സാമിന്റെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സബ്ജക്ട് പഠിച്ച് തീർത്തിട്ടോ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാം PD യൂസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് ആണ്. സോ ഓൾറെഡി അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞല്ലേ. സോ അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഗൈഡ് ബുക്ക് ആണ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക്. നിങ്ങൾക്ക് ആപ്പിൽ പോയാൽ അസൈൻമെന്റ് ഫോൾഡറിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ അസൈൻമെന്റിന്റെ ആൻസർ ഗൈഡ് ബുക്കും കാര്യങ്ങളും ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എപ്പോഴാണ് അസൈൻമെന്റ് വെക്കേണ്ടത് അല്ലെങ്കിൽ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ സിഗ്നൽ എപ്പോഴാണോ ലോഞ്ച് ചെയ്യുന്നത് ആ ഒരു സമയം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് ആപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതിലെ മെയിൻ പോയിന്റ്സും യൂസ് ചെയ്തിട്ടും അതുപോലെ SLM ഒക്കെ കൂടി നിങ്ങൾക്ക് കമ്പൈൻ ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, എഴുതാൻ വേണ്ടി പറ്റും. സോ അതാണ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക്. PYQA ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പം അതിന്റെ ബേസിസിൽ നമ്മൾ എന്താണ് വീഡിയോ സീരീസും PDFസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ തരും. ഓക്കെ, സെൻഡ് ചെയ്ത് തരും. സോ മുൻകാല ചോദ്യപേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഇയറിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതായിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ നിങ്ങൾക്ക് വിത്ത് മെന്റർഷിപ്പ് എടുത്തവർക്ക്, വിത്തൗട്ട് മെന്റർഷിപ്പ് അല്ല, വിത്ത് മെന്റർഷിപ്പ് എടുത്ത പാക്കേജ് എടുത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്ന രണ്ട് കാര്യങ്ങളാണ് ലൈവ് സെഷൻസും എക്സാം സ്പെഷ്യൽ ലൈവ് സെഷൻസും. സോ അതിനെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം ടേബിൾ ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ തഹസിൽ മാം അത് ടൈം ടേബിൾ നിങ്ങൾക്ക് വേണ്ടി ലോഞ്ച് ചെയ്യും. സോ ആ ഒരു സമയത്ത് ലൈവ് സെഷൻസ് ഒക്കെ എപ്പോഴാണ് പ്രോപ്പർ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത് അതിൽ പറയും. സോ ആ നിങ്ങൾക്ക് തരാൻ പോകുന്ന ലൈവ് സെഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് വിത്ത് മെന്റർഷിപ്പ് പാക്കേജിലുള്ള കുട്ടികൾക്ക് മാത്രമായിരിക്കും നമ്മൾ ലൈവ് സെഷൻസും എക്സാമിന്റെ ഡേയ്സിലുള്ള എക്സാം സ്പെഷ്യൽ ലൈവ് സെഷൻസും എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ ബ്ലോക്ക് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ലൈവ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ആ ഒരു വീക്കിൽ പഠിച്ചതിന്റെ ഒരു സമ്മറി ആയിരിക്കും ലൈവിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു മണിക്കൂറിലെ ഒരു സെഷൻ ആയിരിക്കും. വളരെ ഷോർട്ട് ആക്കിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഫാക്കൽറ്റിനോട് എന്ത് ചെയ്യാം, ചോദിക്കാൻ വേണ്ടി പറ്റും.
ഓക്കെ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെന്റർഷിപ്പിലുള്ള കുട്ടികൾക്ക് കിട്ടുന്നതാണ് ഇഗ്നോന്റെ മോഡൽ എക്സാംസ്. നിങ്ങൾക്ക് ഇഗ്നോന്റെ മെയിൻ എക്സാംസ് വരുന്നതിന് ഒരു 2 മാസമൊക്കെ മുന്നേ നമ്മളൊരു ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ മോഡൽ എക്സാംസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, വിത്ത് മെന്റർഷിപ്പിലുള്ള ആളുകൾക്ക് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ടേമിന്റെ എക്സാമിനേഷൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഹെൽപ്പ് ഡെസ്കുകൾ, നിങ്ങൾക്ക് ടേമിന്റെ എക്സാമിനേഷൻ റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഹെൽപ്പ് ഡെസ്കിലെ നമ്പർ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാം ചോദിച്ചിട്ട്. ദെൻ ഹാപ്പിനെസ് അംബാസിഡർ ഉണ്ട്. ഇപ്പൊ നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ മെന്റൽ ഹെൽത്തിനെ എന്തെങ്കിലും അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവുകയാണ്, ടെൻഷൻ, ആൻസൈറ്റി, സ്ട്രെസ്, എനിത്തിങ്, അതിപ്പോ നമ്മളുടെ എക്സാം റിലേറ്റഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിക്കോട്ടെ, നമ്മൾക്ക് പഠിക്കാൻ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് ആൻ അവർ ഫ്രീ കൗൺസിലിംഗ് സെഷൻ നമ്മൾ എന്ത് ചെയ്ത് തരുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുന്നത്. ഓക്കെ. സോ അങ്ങനെ ഒരു എന്താ പറയാ സ്പെഷ്യൽ ഫീച്ചർ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്ന മറ്റൊരു ഫീച്ചറാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. ബിക്കോസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇപ്പൊ നമുക്കറിയാം എവിടെ പോയാലും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. സോ അതിൽ വീക്കായിട്ട് നിൽക്കുന്ന ലേണേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ അവരുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന പ്രോഗ്രാമാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. സോ അതും നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ പലതരത്തിലുള്ള കാരിക്കുലർ ഇവന്റ്സ് കാര്യങ്ങളും കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിൽ നിങ്ങളുടെ സ്കിൽസിനെ അപ്സ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടും കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സും കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഇത്രയുമാണ് നിങ്ങൾക്ക് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്ത് തരുന്ന റിസോഴ്സുകൾ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അക്കാഡമിക് ടൈം ടേബിൾ ഇപ്പോൾ തൗസിൻ മാം റോൾ ഔട്ട് ചെയ്ത് തരും. സോ ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇനിയുള്ള ക്ലാസ്സസ് എല്ലാം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കാണാനും പഠിക്കാനും ഒക്കെ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ തൗസിൻ മാമിനെ വെൽക്കം ചെയ്യാണ്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ടൈം ടേബിൾ. ഇപ്പൊ നിലവിൽ നിങ്ങൾ ഇതുവരെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ വീഡിയോ ആയിരിക്കും ഇരുന്ന് കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇനി അങ്ങോട്ട് നമ്മൾ വളരെ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഈ ഒരു ടൈം ടേബിൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു ടൈം ടേബിൾ പ്രകാരമായിരിക്കും നമുക്ക് ലൈവ് സെക്ഷൻസും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ടായിരിക്കാം. ആഫ്റ്റർ സെക്ഷൻ ഞാൻ ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരുന്നതായിരിക്കും. സോ ഈ ഒരു ടൈം ടേബിൾ നമ്മൾ ഓഗസ്റ്റ് 11 തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 ടൈംസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, 10:30 അതുപോലെ 7:30. ഇത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ടൈം കൊടുക്കാം കേട്ടോ. കാരണം നമ്മളിവിടെ ഓരോ ലെസൺസും ഏത് ടൈമിലാണ്, മോർണിംഗിൽ ഒന്ന് പഠിക്കുക അതുപോലെ നൈറ്റ് ഒന്ന് പഠിക്കുക എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടൈം പ്രിഫറൻസ്, ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രീ ടൈം എപ്പോഴാണോ ആ സമയത്തിൽ നിങ്ങളുടെ ടൈം ഒന്ന് സെറ്റ് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോ ഈ ഒരു ടൈം ടേബിളിൽ നമ്മൾ ഡെയിലി ഏത് സബ്ജക്റ്റിന്റെ വീഡിയോ നമ്മൾ കാണണം, ഏത് പഠിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഈ ഒരു ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട്. സോ ഇന്ന് തൊട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ടൈം ടേബിൾ ആയിരിക്കും ഫോളോ ചെയ്യേണ്ടത്. അപ്പോ ഓഗസ്റ്റ് 11 തൊട്ടിട്ടുള്ള ടൈം ടേബിൾ ഡേറ്റ് ആണ് നമ്മളോട് കൊടുത്തിട്ടുള്ളത്. അതായത് ഡേ ആണ് എന്നുള്ളത് നമ്മളോട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡേയിൽ നമ്മൾ ഫസ്റ്റ് അതായത് ഓഗസ്റ്റ് 11 നമ്മൾ ഫസ്റ്റ് ആയിട്ട് കാണേണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓൺ ബിസിനസ് എന്ന് പറയുന്നത് BCOS 183 ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഫസ്റ്റ് ഡേ നമ്മൾ കാണേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ അതിന്റെ ലെസൺ 1 ബ്ലോക്ക് 1 ലെസൺ 1 വീഡിയോ കൂടെ ആയിരുന്നു നമ്മൾ കാണേണ്ടിയിരുന്നത്. സോ അതുപോലെ നെക്സ്റ്റ് ഡേ 12th ഓഗസ്റ്റിൽ നമ്മൾ കാണേണ്ടത് ലെസൺ 2 ബ്ലോക്ക് 1 ലെസൺ 2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസിന്റെ ലെസൺ 2 ആയിട്ടുള്ള വീഡിയോയും ലെസൺ 3 എന്ന് പറയുന്ന വീഡിയോ ആണ് നമുക്ക് കാണാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ പ്രകാരം ഓരോ ദിവസവും ഏത് സബ്ജക്റ്റിന്റെ വീഡിയോ ആണോ കാണാൻ പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കും. അതുപോലെ ഈ ഒരു യെല്ലോ ലൈൻ കൊടുത്തിരിക്കുന്ന ദിവസങ്ങളിലായിരിക്കും നമുക്ക് ലൈവ് റിവിഷൻ സെക്ഷൻസ് നടക്കുന്നുണ്ടായിരിക്കാം. ഓരോ ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു ലൈവ് റിവിഷൻ സെക്ഷൻ നടക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ആ ഒരു ബ്ലോക്കിനകത്തുള്ള യൂണിറ്റ്സുകളുടെയും അതിന്റെ ഒരു ഇമ്പോർട്ടൻ്റ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുള്ള ഒരു ഏരിയാസ് ആയിരിക്കും നമ്മൾ ഒരു 1 hour സെക്ഷൻസിൽ നമ്മൾ ലൈവിൽ നമ്മൾ പറയുന്നുണ്ടായിരിക്കാം. ലൈവ് നടക്കുന്ന നമുക്ക് നൈറ്റ് ആയിരിക്കും 7 to 9 ഉള്ളിൽ ഒരു 1 hour സെക്ഷൻ ആയിട്ടായിരിക്കും നമുക്ക് ലൈവ് സെക്ഷൻ ഉണ്ടായിരിക്കാം. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും അതിന്റെ റെക്കോർഡഡ് വീഡിയോസ് നമുക്ക് ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ. അപ്പൊ ഈ ഒരു ഡേറ്റിലായിരിക്കും നമുക്ക്, ഈ ഒരു യെല്ലോ ലൈനിൽ കാണുന്ന ഡേറ്റിലായിരിക്കും നമുക്ക് ലൈവ് നടക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ ലൈവ് സെക്ഷൻസ്, അസൈൻമെന്റ്സ് റൈറ്റിംഗ്, സെൽഫ് സ്റ്റഡി എന്നിങ്ങനെ 3 കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അസൈൻമെന്റ്സ് റൈറ്റിംഗ് ഇപ്പൊ നമുക്ക് ടൈം ആയിട്ടില്ല. ടൈം ആവുന്ന സമയത്ത് നമ്മൾ അസൈൻമെന്റ്സ് റൈറ്റിംഗ്, അതായത് ഈ 3 ദിവസങ്ങളിലും ലൈവ് നടക്കും എന്നല്ല, ഈ ഒരു 3 ദിവസങ്ങളിൽ ഏതെങ്കിലും ഈ ഒരു 2 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ഡേ ആയിരിക്കും നമുക്ക് ലൈവ് നടക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ മറ്റൊരു ദിവസം നമുക്ക് എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ അവിടെ സെൽഫ് സ്റ്റഡി, ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ടുള്ള ഏതെങ്കിലും വീഡിയോസ് ആ ഒരു ബ്ലോക്കിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ അത് കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് അസൈൻമെന്റ്സിന്റെ ടൈമാണ്, അസൈൻമെന്റ്സ് എഴുതാനായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കവർ ചെയ്യാം. ഓക്കെ. അതുപോലെ ഇവിടെ ടൈം ടേബിൾ നമ്മൾ സൺഡേസിൽ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല.
ഓക്കെ, സൺഡേസ് നമ്മൾ ഒഴിവാക്കി ഇട്ടിരിക്കുകയാണ്, വേറൊന്നും കൊണ്ടല്ല. സൺഡേ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് വെച്ചാലോ, ഇപ്പൊ ഈ പറയുന്ന പോലെ ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുവാണ്. ഇപ്പൊ നിങ്ങൾ ഫ്രൈഡേ, ഈ ഒരു ഓഗസ്റ്റ് 15 ഫ്രൈഡേ നമ്മൾ ഇച്ചിരി ബിസി ആയിരുന്നു, നമ്മൾ അന്ന് വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. അന്ന് നമുക്ക് കാണാനുണ്ടായിരുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് 2 ലെസൺ 5ഉം ലെസൺ 6ഉം പറയുന്ന 2 വീഡിയോസ് ആയിരുന്നു. പക്ഷെ അന്ന് നമ്മൾ വീഡിയോസ് കണ്ടില്ല, അന്ന് നമ്മൾ ടു ബിസി ആയിരുന്നു, കുറെ ഒരുപാട് വർക്ക്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ ഓരോ ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അന്നത്തെ ദിവസത്തിന്റെ വീഡിയോസ് കമ്മിങ് സൺഡേസിൽ, കാരണം അന്ന് നമുക്ക് പെൻഡിങ് ആയി, നമ്മൾ അന്ന് പഠിച്ചിട്ടില്ല, അപ്പൊ അത് കമ്മിങ് സൺഡേസിൽ നിങ്ങൾ കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ വേണം നമ്മൾ സൺഡേ ഉപയോഗപ്പെടുത്താനായിട്ട്. ഇനി അതല്ല, എല്ലാ വീക്കിലെയും വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം ഓൾറെഡി കംപ്ലീറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ സൺഡേ നിങ്ങൾ ആ വീക്കിൽ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മളിവിടെ ഫസ്റ്റ് ആയിട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ ഒരു സബ്ജക്ട് കംപ്ലീറ്റ്ലി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ നെക്സ്റ്റ് സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സബ്ജക്ട് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്. ഈ ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെപ്റ്റംബർ 2-നാണ് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂസ് റൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ പഠിക്കുന്ന വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഇതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ തോന്നുന്നുണ്ടായിരിക്കും ഇതിലാകെ 4 സബ്ജക്റ്റിലേ കൊടുത്തിട്ടുള്ളൂ, ബാക്കി എവിടെ എന്നുള്ള സംശയം ഉണ്ടാകും. അതിന്റെ സമയമാകുമ്പോൾ ആ സമയത്തിന്റെ ടൈം ടേബിളും കാര്യങ്ങളും നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതിൽ ഏറ്റവും അവസാനമായിട്ട് ഇവിടെ കുറച്ച് ദിവസങ്ങൾ നമ്മൾ സ്റ്റഡി വിഷൻ, ഡൗട്ട് ക്ലിയറൻസ്, അസൈൻമെന്റ് റൈറ്റിംഗ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ദിവസങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളിവിടെ 4 സബ്ജക്റ്റുകൾ കവർ ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു 4 സബ്ജക്റ്റും പെൻഡിങ് ഇല്ലാതെല്ലാം കംപ്ലീറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു 4 സബ്ജക്റ്റും റിവൈസ് ചെയ്യുക. ഓക്കെ, അത് നന്നായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുപോലെ ലൈവ് സെക്ഷൻസ്, കാര്യങ്ങൾ, റെക്കോർഡിങ്സ്, നിങ്ങൾ ഏതെങ്കിലും അറ്റൻഡ് ചെയ്യാത്തതുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡിംഗ് വീഡിയോസ് ഒക്കെ കാണുക, പ്രോപ്പറായിട്ട് പഠിക്കുക. അതല്ല അസൈൻമെന്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ അസൈൻമെന്റ് റൈറ്റിംഗ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടൈം ടേബിൾ ഗോ ത്രൂ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വരുന്ന ഒന്നാണ് ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്. സോ നമ്മുടെ സെക്ഷൻ 04 സിലബസ് ഡീകോഡിങ്ങിന്റെ ആക്ഷൻ ടാസ്ക് എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ നെയിം ഇവിടെ കൊടുക്കുക, നിങ്ങളുടെ ഇഗ്നൂവിൽ എൻറോൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാം ഏതാണ് എന്നുള്ളത് കൊടുക്കുക, നിങ്ങൾക്ക് അസൈൻ ചെയ്തിട്ടുള്ള മെന്റർ ആരാണ് അവരുടെ പേര് കൊടുക്കുക, അല്ലെങ്കിൽ LSC ആണെങ്കിൽ LSCയുടെ നെയിം ഒന്ന് കൊടുക്കുക. സോ ഫസ്റ്റ് നിങ്ങളുടെ ടാസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഇയറിലുള്ള കോഴ്സസ് നിങ്ങളൊന്ന് റാങ്ക് ചെയ്യുക. ഓക്കെ, റാങ്ക് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാണ് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേണം റാങ്ക് ചെയ്യാനായിട്ട്. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നാനുണ്ടായ കുറച്ച്, അത് ആ ഒരു റാങ്ക് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് പഠിക്കാനുള്ള ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണം റാങ്ക് കൊടുക്കാനായിട്ട്. അങ്ങനെ 8 സബ്ജക്റ്റിന്റെയും റാങ്കുകൾ കൊടുക്കുക. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ MA സൈക്കോളജിയുടെ സബ്ജക്റ്റിലാണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ റാങ്ക് ഫസ്റ്റ് തൊട്ട് റാങ്ക് 8 വരെ. ഓക്കെ, അങ്ങനെ ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് റാങ്ക് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന സബ്ജക്ട് ഏതാണ്, അല്ലെങ്കിൽ അത് അത്രയും റാങ്ക് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കാൻ കാരണം, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ ഏറ്റവും അവസാനമായിട്ട് ഇപ്പൊ ലാസ്റ്റ് ആയിട്ടുള്ള റാങ്ക് കൊടുത്തിട്ടുള്ള സബ്ജക്ട് ഏതാണ്, അങ്ങനെ ഒരു ലാസ്റ്റ് ആയിട്ട് ഒരു ഓപ്ഷൻ, അത് ആ ഒരു സബ്ജക്ട് ചൂസ് ചെയ്യാനുള്ള നിങ്ങളുടെ ആ ഒരു കാരണം എന്താണ് എന്നുള്ളതൊന്ന് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ലേണിംഗ് ഇന്റൻഷൻ എന്താണ്, നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ആക്ച്വലി നിങ്ങളുടെ ഇന്റൻഷൻ, അതായത് നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വെറുതെ ചുമ്മാ ഒരു ഡിഗ്രി വേണം എന്നുള്ളതാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ഗ്രോത്ത് ആണോ, അതല്ല നിങ്ങൾക്ക് PhDക്ക് പോകണമെന്നാണോ. അങ്ങനെ ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഇനി ഒന്നിൽ കൂടുതൽ ഇന്റൻഷൻസ് ആണെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം. ഇനി അതെല്ലാം ഇതിലൊന്നും പെടാത്തതാണെന്നുണ്ടെങ്കിൽ ഇവിടെ അതേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് റൈറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അതുപോലെ ഇവിടെ നിങ്ങളുടെ വീക്ക്ലി സ്റ്റഡി സ്ലോട്ട്, നിങ്ങൾ എപ്പോഴാണ് പഠിക്കുന്നത്, മോർണിംഗ് ആണോ അല്ലെങ്കിൽ ഈവനിങ് ആണോ, സാറ്റർഡേസിലോ സൺഡേസിലോ എത്ര മണിക്കൂർ പഠിക്കുന്നു, അങ്ങനെ നിങ്ങളുടെ സ്റ്റഡി ടൈം എപ്പോഴാണെന്നുള്ളതൊന്ന് ടിക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എത്രയാണ്, നിങ്ങൾ സ്റ്റാർട്ടിങ് ജോയിൻ ചെയ്തപ്പോഴുള്ള കോൺഫിഡൻസ് ലെവലും ആഫ്റ്റർ സെക്ഷൻ ഇപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും എത്രയാണെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആക്ഷൻ ടാസ്ക് ആയിട്ട് വരുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തിരുന്നതായിരിക്കും ആഫ്റ്റർ സെക്ഷൻ. ടൈം ടേബിൾ എന്താന്നുള്ളത് നമ്മൾ കണ്ടു. അതുപോലെ നമ്മുടെ ഈ ഒരു സെക്ഷന് ശേഷമുള്ള ആക്ഷൻ ടാസ്ക് എന്താന്നുള്ളതും നമ്മൾ കണ്ടിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് ഇന്നത്തെ സെക്ഷനിൽ ആക്ച്വലി നമ്മൾ എന്തൊക്കെയാണ് ശരിക്കും ഒന്ന് പറഞ്ഞത്, നമുക്ക് ഫസ്റ്റ് ഇയറിൽ എത്ര സബ്ജക്റ്റുകൾ വരുന്നുണ്ട്, നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഏതാണ്, BFJDM നമ്മുടെ കോഴ്സ് അല്ലെ. ഓക്കെ, കോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റുകൾ. ഓക്കെ, അപ്പോൾ അതിൽ എത്ര ബ്ലോക്സ് വരുന്നുണ്ട്, എത്ര യൂണിറ്റുകൾ വരുന്നുണ്ട്, അതുപോലെ ലേൺ വൈസിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ ഹെൽപ്പുകളാണ് നിങ്ങളുടെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്, അതുപോലെ നമുക്കൊരു ടൈം ടേബിൾ കിട്ടിയോ, വീക്ക്ലി സ്ലോട്ട്സ് നമ്മൾ ഇതിന് ഒക്കെ സെറ്റ് ചെയ്യുക, അതുപോലെ ഒരു ആക്ഷൻ ടാസ്കും നമ്മൾ ഈ ഒരു സെക്ഷനിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ
ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ നമുക്കൊരു ന്യൂ ഹൊറിസോണ്ടൽ ലേണേഴ്സ് പ്രൊഫൈൽ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും അത് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇന്നത്തെ സെക്ഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടായിട്ടുണ്ട്. സോ ആക്ഷൻ ടാസ്കും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. സോ വൺസ് അഗൈൻ ഐ എം വെരി താങ്ക്ഫുൾ ഫോർ ജോയിനിങ്. താങ്ക് യു.